കോൺഗ്രസ് ആകട്ടെ 19 ഇടത്ത് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയോ വിജയിക്കുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സംഖ്യ, അതായത് 51-ന് അടുത്തെത്തി നിൽക്കുന്ന BJP ഭരണം ഉറപ്പിച്ചു എന്ന നിലയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചത് തിരുവനന്തപുരത്ത് ഞങ്ങൾ ഭരണം ഉറപ്പിക്കുന്നു എന്ന നിലയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് BJPയുടെ സാരഥികൾ, വിജയിച്ചവർ എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞു വെച്ചത്. അതെങ്ങനെ എന്നതായിരിക്കാം ഇനി അറിയേണ്ടത്. ഈ സ്വതന്ത്രർ ഉൾപ്പെടെയുള്ളവരെ ഇനി BJPക്ക് ഒപ്പം നിർത്താൻ സാധിക്കുമോ എന്നത് അറിയേണ്ടതാണ്. എന്തായാലും ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്നാണ് തിരുവനന്തപുരത്തെ വിജയത്തെ BJP അഭിനന്ദിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ കോൺഗ്രസിന് അതാണ് തലവേദന. കാരണം തെക്കൻ കേരളത്തിലെ കോൺഗ്രസ് ഇടതുപക്ഷത്തെ തകർക്കാൻ കഴിഞ്ഞു. മധ്യ കേരളത്തിൽ പൂർണ്ണമായും UDF കോട്ടയാക്കി മാറ്റാൻ കഴിഞ്ഞു. ഇനി വടക്കൻ കേരളത്തിലേക്ക് പോയാലും ഇടതുമുന്നണിക്ക് വലിയ നഷ്ടം വരുത്തിക്കൊണ്ടുള്ള പ്രകടനം UDFന് കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. അപ്പോഴും തിരുവനന്തപുരത്തെ നഷ്ടം വലിയ നഷ്ടമാകുന്നു. തിരുവനന്തപുരത്തെ സ്വന്തം പാർട്ടിയുടെ MP-യുടെ ഈ പ്രശംസയ്ക്ക് കൂടിയായിരിക്കും ഈ വലിയ വിജയത്തിനൊപ്പം മറുപടി പറയേണ്ടതായിട്ട് വരിക. അതേ സമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം പൂട്ടിയ അക്കൗണ്ട് നേമത്ത് വീണ്ടും തുറക്കും എന്നുള്ള പരോക്ഷമായിട്ടുള്ള മറുപടി കൃത്യമായിട്ട് ഈ വിജയം ഉറപ്പിച്ച് നൽകുന്നുണ്ട്. തിരുവനന്തപുരത്തെ പല പ്രദേശങ്ങളും മധ്യവർഗം, യുവ വോട്ടർമാർ അടക്കം തങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ 2026 മിഷൻ എന്നുള്ള അമിത്ഷാ കേരളത്തിൽ വന്ന് പറഞ്ഞ ആ വാക്ക് നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടങ്ങൾ അതിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നഗര കേന്ദ്രങ്ങളിലൂടെ തിരുവനന്തപുരം പിടിച്ചുകൊണ്ട് കൊല്ലത്തും പ്രാതിനിധ്യം ഉണ്ടാക്കിക്കൊണ്ട് കൊച്ചിയിലേക്ക് കടക്കുമ്പോൾ അവിടെ പ്രാതിനിധ്യം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ പാലക്കാട് പോലും വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് വിചാരിച്ച പാലക്കാടും നഗരസഭ നിലനിർത്താൻ കഴിഞ്ഞുകൊണ്ടാണ് NDA മുന്നോട്ട് പോകുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനത്തിൽ കാര്യമായ വർധനവുണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ ന്യൂസ് 18നോട് തന്നെ പ്രതികരിച്ചതാണ്. ഇനി നമുക്കറിയേണ്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നതാണ്. ഒരുപക്ഷെ അന്തിമ ഫലത്തിലേക്ക് എത്തുമ്പോൾ മാത്രമായിരിക്കും അതിന്റെ ഔദ്യോഗികമായ കണക്കുകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുക. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPക്ക് അവരുടെ വോട്ട് നിലയിൽ